ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. നമുക്കൊരു നൈറ്റ് പാർട്ടി ഉണ്ട്. ഇന്നാണ് പരിപാടി കഴിഞ്ഞു, എല്ലാം സെറ്റായി. നമുക്ക് ഈ മാസം 3-ാം തീയതി ആയിരുന്നു. അപ്പോൾ നമുക്ക് വർക്കൊക്കെ ഉള്ള കാരണം നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ തെറാപ്പിസ്റ്റുകളെല്ലാവരും കൂടി അപ്പോൾ തെറാപ്പിസ്റ്റുകളെല്ലാവരും കൂടി ഇന്നാണ് നമുക്ക് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഇന്ന് 10 to 8 ആയിരുന്നു. ആദ്യം നമുക്ക് പഞ്ച് ചെയ്യാം. എന്താ പഞ്ച് മെഷീനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് 10 to 8 ആയിരുന്നു. മറ്റു പിള്ളേർക്ക് ഇന്ന് 9 to 7 ആയിരുന്നു. അപ്പോൾ അവർ പുറത്ത് പോയേക്കുവാണ്. അവരെന്തൊക്കെയോ മേടിക്കാനായിട്ട് പുറത്ത് പോയേക്കുവാണ്. ഫാർമസി തുറന്നെടുക്കുക. അപ്പം അവരതിന് പോയേക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് എല്ലാവരും പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അയ്യോ, ചെരുപ്പ് മാറിയില്ല കഴിഞ്ഞ ദിവസത്തെ പോലെ. ഇവിടുത്തെ ചെരുപ്പിട്ടുണ്ടോണ്ട് വരും. അപ്പം ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. അപ്പോൾ മെഡിസിൻ വാങ്ങാൻ ആളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഹെഡ്ഫോണിലിരുന്നു. അപ്പോൾ ത്രിജത്തിനെ സഹായിക്കുകയും ചെയ്യണം. ഈ ലൈറ്റ് കോഫി ആയിട്ട് ഞാൻ ഹാളിൽ ഇവിടെ ഇത് റിസപ്ഷനിലെ അപ്പോൾ നമുക്കിന്ന് ഫുഡ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കാണുമല്ലോ, ഫുഡ് എന്തെങ്കിലും കാണും. അപ്പോൾ നമ്മൾ ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ റൂമിൽ ചെല്ലുമ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇനി റൂമിൽ ചെന്നിട്ട് ഇനി കുളിക്കണം. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ഇന്ന് രാവിലത്തേക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഞങ്ങൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയില്ല, ഇന്ന് അവിടെ നിന്നല്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് അങ്ങോട്ട് പോണ കാരണം ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കില്ല. എന്താണെന്നൊന്നും അറിയില്ല. ബിരിയാണിയാന്ന് തോന്നണു. ഇല്ലടാ, അനക്കൂല, ബിരിയാണിയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. ഡ്രസ്സ് വാങ്ങണം. ഞാൻ എന്നൊക്കെയാലും പറയണം, വെളുപ്പത്തരൊക്കെ പറയണ്ടാവും. അപ്പോൾ ഇനി ആ പിള്ളേർ വരുമ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള 2 പിള്ളേരെ പരിചയപ്പെടുത്താം. ഇത് പോണ വഴിക്ക് തിരിച്ച് എനിക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേടിച്ച് തരുമായിരിക്കും. ഇന്ന് ഞങ്ങൾ നടന്നാൽ പോകണം. അവർ ബൈക്ക് കൊണ്ടുപോയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് നടന്നാൽ പോകണം റൂമിലേക്ക്. ഒത്തിരി ആയി അങ്ങനെ നടന്നിട്ട്. വണ്ടി വന്നപ്പോൾ നടത്തം കുറവാണ്. കേട്ടില്ല. പഞ്ച് ചെയ്തു. പഞ്ച് ഇപ്പം അവൻ വരും. അപ്പോൾ ഇനി ബാക്കി നമ്മൾ റൂമിൽ ചെന്നിട്ട് ഇന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കൊച്ചു ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അപ്പം നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ഇവിടെ അടിച്ചു പോട്ടട്ടെ. ഇത് അപ്പുറത്തെ, ഇത് നമ്മുടെ പൂട്ടുണ്ട് അവിടെ. കണ്ടോ, കാണാൻ പറ്റുണ്ടോ? പോയിട്ട് പറ്റേ. ഫ്ലാഷ് വരൂ. ഞങ്ങൾക്ക് ഐസ്ക്രീം ഇതിന് വോയിസ് കൊടുക്കാൻ കാണില്ല. അപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞു. റൂമിൽ വന്നു, പ്രാർത്ഥിച്ചു. ഇനിയിപ്പം ഡ്രസ്സൊക്കെ മാറി. ഞാൻ നൈറ്റ് ഡ്രസ്സ് ഇട്ടേക്കണേ. ഡ്രസ്സൊക്കെ മാറി. ഇനി മറ്റേ തെറാപ്പിസ്റ്റ് പിള്ളേരെ നമ്മൾ ചേട്ടായി കൊണ്ടുവന്നാക്കാൻ പോയേക്കുവാണ്. ഡോക്ടറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കാൻ പോയേക്കുവാണ്. ഇനി ഇപ്പോൾ ചേട്ടായി എന്നെ വിളിക്കാൻ വരും. അത് കഴിയുമ്പോൾ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാണത്തില്ലല്ലേ. അപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാന്നാ നമ്മൾ മാത്രം വന്നിട്ട് വൈകിയായിരിക്കും വരുന്നത്. അപ്പോൾ വെറുതെ ഇനി സമയം ഉണ്ടാവില്ല. വരുമ്പോൾ ഞാൻ കയറി കിടന്ന് ഉറങ്ങാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതൊക്കെ മതി, ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ മതി. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അറിയുന്നവരല്ലേ എന്നുള്ള ചിന്തയിൽ ഞാൻ ഇതിലങ്ങ് ഒതുക്കി. നാളെ ഇഷ്ടം പോലെ അലക്കാനുണ്ട്. ആശുപത്രി കാണുമ്പോൾ അലക്കാനുള്ളത് പറ്റിയിട്ടില്ല. പിന്നെ
നാളെ ഓഫാണ്. അപ്പോൾ നാളെ ഇഷ്ടം പോലെ അലക്കാനുണ്ട്. അങ്ങനെ നിൽക്കുന്നു, ദാഹിക്കുന്നു. ഞങ്ങൾ ഡ്രസ്സ് വാങ്ങി കാണിച്ചു തരാവേ. ഞങ്ങൾ മേടിച്ച ഡ്രസ്സ് കാണിച്ചു തരാം. ഇതൊന്നുമില്ല, എന്നാലും നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ഈ ഷർട്ടും അതിൻ്റെ നിക്കറും ഇതാണ് നമ്മൾ മേടിച്ചേക്കണം. അവന് ഒന്ന് ഇടിയിച്ച് എനിക്ക് നോക്കണം, അവിടെ ചെന്നിട്ട് വേണം ഒന്ന് ഇടിയിച്ച് നോക്കണം. ഇതുപോലത്തെ ഞാൻ കൊച്ചിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലത്തെ, നല്ല രസമുണ്ട് അവനിട്ടിട്ട്. അവൻ ഇട്ടേക്കണ ഡ്രസ്സിന് അങ്ങനത്തെ ഇട്ടേക്കണമെന്ന് ഞാൻ ഈ സൈഡിൽ അവൻ്റെ ഫോട്ടോ കൊടുക്കാം. ഇതൊന്ന് ചെല്ലുമ്പോൾ ഒന്ന് ഇടിയിക്കണം. പിന്നെ വീട്ടിലേക്ക് വിളിച്ച് പറയണം, വൈകിയേ വരുള്ളൂ. കൊച്ചു ഉറങ്ങും ആ സമയമാകുമ്പോഴത്തേനും. അപ്പം അത് നോക്കണം. വീട്ടിലേക്കൊന്ന് വിളിച്ചിട്ട് കാര്യം പറയട്ടെ. അവന് ഭയങ്കര വിളിച്ചായിരിക്കും, കട്ടാക്കി. അപ്പോൾ നമ്മൾ കൊച്ചിനെ ഉറക്കാൻ കിടത്തിയേക്കുവാണോ? 8:45 ആവണുള്ളൂ, 8:43 ആയിട്ടുള്ളൂ. 8:45 വിളിക്കും. അപ്പോൾ തിരക്കായിരിക്കും, എന്തെങ്കിലും പണിയിലായിരിക്കും അമ്മ. അവിടെ ചെല്ലുമ്പോൾ ചൂടെടുക്കുകയാണെങ്കിൽ കേട്ടെ, ബുഷ് കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങാം. അപ്പോൾ പിന്നെ ചേട്ടായിക്ക് അങ്ങോട്ട് നേരെ അവിടെ തന്നെ കയറ്റി കൊണ്ടുപോയാൽ മതിയല്ലോ. പിന്നെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ അകത്തേക്കൊരു കയറ്റം വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് നമുക്ക് ഈ ഷോപ്പ് എടുത്ത് ലൈറ്റ് ഇട്ടിട്ട് പോവാം. ഈ ഷോപ്പ് എടുത്ത് ഞാൻ ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ചേട്ടായി വന്നാൽ നമുക്ക് അങ്ങ് നേരെ പോയാൽ മതിയല്ലോ. അങ്ങനെ ഡോക്ടറിൻ്റെ ഫ്ലാറ്റ് എത്താറായി ഞങ്ങൾ. അമ്മേ ഹമ്പുണ്ടായിരുന്നു. ആ കാണുന്ന ഫ്ലാറ്റ് നേരെ നോക്കും കുഴികൾ. അയ്യോ ഞങ്ങൾ കാണാം, അവിടെ ചെന്നിട്ട് കാണിക്കാം. ഇപ്പോൾ കൊടുത്തല്ലേ എഴുതി? T4 1309. നമ്മളിവിടെ എത്തി പോവാണ്. നീ പോകുമ്പോഴേ എനിക്ക് എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ തന്നിട്ട് ലിഫ്റ്റിൽ കയറി. അങ്ങനെ 12 എത്തി, 13-ലാണ്. ഞാൻ ഈ ബാഗ് നോക്കിയിട്ട് തന്നെയല്ലേ നോക്ക്, ഇനി അറിപ്പോകരുതേ. ഈ തിരിച്ച് നിൽക്കും പട്ടി പട്ടി. നമ്മൾ സാധാരണ ഈ ലിഫ്റ്റല്ലേ വന്നിറങ്ങണേ. ഇത് പൊട്ടിച്ചോ? ഇത് എന്നൊക്കെയാ നോക്കട്ടെ. ആർക്ക് പൊട്ടിക്ക്? ഓ ഇനി കൊച്ചിന് എന്നെ വേണം ഇനി. ഇനി അത് തുറക്കാതെ ഞങ്ങൾക്ക് ക്ഷമയില്ല അല്ലേ? എങ്ങനെയുണ്ട്? ഒന്ന് മാറിയെന്ന് ഓടിക്കും. പക്ഷെ ഓടിക്കാൻ പഠിക്കണുള്ളൂ. പഠിച്ചു ഇനി വല്യവന്റെ വീട്ടിൽ കയറിപ്പോയി അവർ തരില്ല കേട്ടോ. എന്റെ പറമ്പി സാറിന് എന്റെ എന്ന് പറഞ്ഞ പോലെ. ആ എന്റെ പറമ്പി സാറിന് എന്റെ എന്ന് പറഞ്ഞ അവരെടുത്തോണ്ട് പോവേ.
ഇത് എനിക്ക് തോന്നുന്നു ചുമരൊക്കെ കയറുന്നു. എങ്ങനെ ഇഷ്ടായോ? ആന്റിമാരുടെ താങ്ക് യു പറയണ. അപ്പൂസേ അങ്കിളിനോട് താങ്ക് യു പറ. താങ്ക് യു പറഞ്ഞോ? വേടാ അടുത്തത് ഇതൊക്കെ ഇടും. ഇത് ഇടാനായിട്ട് എടുത്തേക്കണേ, അല്ലാതെ പിന്നെ എന്തിനാ എടുക്കണേ? നിങ്ങളെ ഇട്ടില്ല കൊച്ചിന്റെ സന്തോഷം. പാകം അറിയില്ല. ഒരു വർഷം എനിക്ക് എടുത്താൽ മതി ഇവനെ എപ്പോഴും അങ്ങനെ. ഹാപ്പി ശ്വാസം വിട്ടോ? ഹാപ്പി കൊച്ചിന്റെ ഡയലോഗ് ഞാൻ ഏറ്റു. കൊച്ചല്ലെങ്കിൽ എപ്പോഴും പറയണേ. വീടെടുത്തിട്ടോ ചന്തി അങ്ങോട്ടും കൊണ്ട് പോണൊക്കെ പേടിച്ചിട്ട് ഇനിക്കോട്ട് ഭാഗ്യം. അവിടെ വരെയെങ്കിലും എത്തില്ലോ. രുചി ഇന്ന് കോപ്പി റൈറ്റ് വന്നാണ്ടല്ലോ. ഇനി എന്ന് സോറി എല്ലാരും അങ്ങനെ പതുക്കെ പിടിച്ച പതുക്കെ കൊണ്ട് മുട്ടൊക്കെ ചെയ്യും. സാരമില്ല, അങ്ങനെയൊക്കെ വേദനിച്ചാ പഠിക്കുന്നേ. എന്നത് എടാ നാശിക്കില്ല ആയിക്കോട്ടെ. ഇതാ പറ്റുള്ളൂ. ബ്രേക്ക് പിടിക്കണേ. ഇനി എടുത്ത് വെച്ചോ. വെള്ളം വെക്കണം അല്ലേ? വെള്ളം എടുത്ത് കഴിഞ്ഞാൽ പൊടിക്കറിയോ? വെള്ളം അങ്ങനെ കുടിക്കാറിയാം. കളർ തരാൻ വെച്ചത് തരില്ലത്. ഫോട്ടോ എടുക്കാനോ? അല്ല, സ്വന്തമായിട്ട്. ഇത് പാട്ടാ? അല്ല, മോൻ പാട്. ബർത്ത്ഡേ കാര്യം പാടണേ. അല്ല, പാട്. സ്കൂളിൽ പഠിപ്പിച്ച പാട്ടൊക്കെ പാട്. ക്രിസ്മസിന് കളിച്ച ഡാൻസ് കളിച്ച പാട്ടൊക്കെ പാട്. സിനിമ പാട്ടോ എമ്പുരാനിലെ പാട്ടോട് കാണാൻ പോയില്ലേ? ഇനി ചാച്ചൻ മാമനോടുക്ക് പാട്. എമ്പുരാൻ പാട്. മറ്റേ ഒരു ചെയ്യില്ല. ഇനി ഋജി എമ്പുരാ. ഇതൊന്നും തീറ്റിക്ക് വെച്ചത്. എന്നിട്ട് വേണം ടീച്ചർ യൂതന്മാരുടെ കൂടെ പാടി തുടങ്ങി. അത് നിങ്ങൾ സൈഡിലിരിക്കാൻ മേലായിരുന്നോ? ഞങ്ങൾ പിന്നിരുന്നോ?
ഞാൻ വന്നത് നേരെ കേറിയതാണ്. അഞ്ചരിച്ചോ അല്ല ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെ പറയുമ്പോഴൊക്കെ ആയിരിക്കും നമുക്ക് ഇനി നേരെ പോയിട്ട് മേടിക്കാതല്ലേ ഷോപ്പില്. അതായിരിക്കും നല്ലത്. അത് ഏറ്റവും നല്ലത്. ആഷിക്കിനെ സ്നേഹമുള്ളൂ. ഇതിനോട് മിക്സഡ് ആണ്. മതി മതി. പപ്പടം വേണം, ഇനി വേണ്ടയോ? ഇത് മതി ഇത് മതി മതി. ഇവിടെ ശ്രദ്ധിച്ചു വെച്ചോക്ക്. മലപ്പുറം ആണെന്ന് ഇപ്പൊ പറയാം. കാര്യം പറ. നല്ല ചമ്മന്തി വേണോ? ചമ്മന്തി വേണോ? നല്ല നല്ല ഇവിടെ വന്നിട്ട് ബിരിയാണി കഴിച്ച നാട്ടിലൊരു ബിരിയാണി ഇപ്പൊ കിട്ടി. നമ്മളെ മലപ്പുറം എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്. ഇത് ആരാ ഉണ്ടാക്കിയേ? ഇതെന്നെ മോനെ പായസോ? ഇവിടെയാണ് കളർ. ഒന്ന് ലേഡി രണ്ട് പച്ചപ്പൊക്കം പിന്നെ അവിടുത്തെ നേരെ പോയിട്ട് തൊട്ട് ഇവിടെ പാസ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പറ. നല്ല കൊച്ചിനോട് പറയിപ്പിക്കണം. മിഠായി കഴിച്ചല്ലെങ്കിൽ പറ. എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പിന്നെ ബെൽ ബട്ടൺ ചെയ്യണം, ലൈക്ക് കൂടി പറ. പിന്നെ കമന്റ് ചെയ്യണം. എന്നെ വിഷ് ചെയ്യണമെന്ന് പറ. പിന്നെ എന്നെ വിഷ് ചെയ്യണം. കുറച്ച് ദിവസം മുമ്പ് എന്നെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ആ ഓക്കെ. അതെയാണോ? ഈ ഐസ്ക്രീം എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ ഐസ്ക്രീം എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇനി എന്നാ പറയാനുള്ളേ? കഴിഞ്ഞു. അടുക്കളയിൽ നോക്ക്. അപ്പൊ ശരി. അപ്പോൾ പറഞ്ഞോ അപ്പൊ ഞങ്ങള് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് കുറച്ച് വീട്ടിലേക്ക് ബിരിയാണി കഴിച്ച് പോകുന്നു കേട്ടോ. മോങ്ങണ്ട. ശരിക്കും പറഞ്ഞാൽ വയറ് ശരിക്കും നിറഞ്ഞു. നന്നായി ഫുഡ് കഴിച്ചു. അമ്മ എന്നീ കണ്ണാടി കൂടെ കാണാം. അപ്പം ഫുഡൊക്കെ നന്നായി കഴിച്ചു. കുഴപ്പമൊന്നുമില്ല. നല്ല ഫുഡായിരുന്നു കേട്ടോ. നാട് വിട്ട് കഴിഞ്ഞിട്ടുള്ള അവരുടെ നമ്മുടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പോലത്തെ നല്ലൊരു ബിരിയാണി പോലെ ഉണ്ടായിരുന്നില്ലേ? നാടൻ ബിരിയാണി. നാടൻ ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു. ഇഷ്ടമായി. അപ്പോൾ വീടൊക്കെ ഓർമ്മ വന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ എന്താ പെട്ടെന്ന് വയറ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കഴിക്കണ വീഡിയോ എടുത്തു കുറച്ചുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഫുൾ അതിൽ കൂടെ കിടന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ വർത്താനം പറയല് കളിച്ചിരി അങ്ങനെ പാട്ട് മേളൊക്കെ ആയി. പാട്ട് പാടാൻ പറ്റില്ല. ആ കൊച്ചു മയക്ക് വരെ തിന്നിക്കാൻ നോക്കി. അപ്പൊ ഈ ഭക്ഷണം വന്നു. നീ ഭക്ഷണം കഴിച്ചിട്ടാവാന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അത് ഇനി ഫുഡ് കഴിച്ചപ്പോൾ പെട്ടെന്ന് വയറ് നിറഞ്ഞു. ഉറക്കം വന്നു. പെട്ടെന്ന് വയറ് നിറഞ്ഞു. നമ്മൾ വിചാരിക്കും ഓ ഒരു പ്ലേറ്റ് കൂടി മേടിച്ച് കഴിക്കണം എന്നൊക്കെ വിചാരിക്കും. ഞാൻ അതാ വിചാരിച്ചത്. ആദ്യത്തെ റൗണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമൊന്നുകൂടി കഴിക്കാൻ വിചാരിച്ചായിരുന്നു. പറ്റിയില്ല. പെട്ടെന്ന് വയറ് ഒറ്റ നമുക്ക് നല്ലൊരു ഫുൾ ബിരിയാണി കിട്ടണതിൻ്റെ അത്ര ഒരു ഇതുണ്ടായിരുന്നു ഒറ്റ ഇതിൽ. പിന്നെ കഴിക്കാൻ പറ്റിയില്ല. വയറങ്ങ് ശരിക്കും അങ്ങ് നിറഞ്ഞിട്ട് ശരിക്കും ഉറക്കുന്നു. അവിടെ വെച്ചിട്ട് നന്നായി ഉറക്കുന്നത്. പിന്നെ ഐസ്ക്രീം കിട്ടി. പിന്നെ എനിക്ക് തല പെട്ടെന്ന് വേദനിക്കുക.
മധുരം അധികം കഴിക്കുമ്പോൾ ഞാൻ കൊച്ചിന് കൊടുത്ത് കൊച്ചു കഴിച്ചു. നല്ല രസമായിട്ടോ. ഇവന് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർ ടാഷിക്കൊക്കെ എന്നോട് കൊണ്ടുവന്നാക്കി. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഉറക്കം തൂങ്ങിയാൽ വന്നത്, എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോഴല്ല എത്തിയത്. പിന്നെ ഫോൺ ഇവൻ കൊണ്ടുപോയിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ അത്ര വലിയ ഇതില്ല, പക്ഷെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ എൻ്റെ അകത്ത് എന്തോ ഞാൻ എടുത്തെന്ന് തോന്നുന്നു. ഇവൻ പോണേൻ്റെ അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇന്നത്തെ വീഡിയോ ഇത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൊച്ചു പറഞ്ഞല്ലോ അതപ്പോൾ അങ്ങ് ചെയ്തേക്ക്. പിന്നെ എന്നാന്ന് വെച്ചാൽ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ. ടാറ്റാ.